ഞമ്മളുണ്ടാക്കിയ തിരിയുന്നല്ലോ. അതെ കഴിഞ്ഞാണ്ടോ കുറച്ചും ഉപ്പിട്ടാവണമെങ്കിൽ ഉപ്പിടല്ലേ കളിക്കാൻ നോക്കട്ടെ ഈ കറിയുണ്ടോ അടുത്ത മുക്കാണ് നമുക്ക് സ്പോട്ടിൽ ഇഷ്ടമാണ് കുറച്ചോളാം നിങ്ങൾ നോക്കണം. ആര് പറയൂ എന്തെങ്കിലും നടക്കും. ഇങ്ങനെയാണ് ബ്ലോഗ് നമ്മള് തൊപ്പി ഫുഡ് ഉണ്ടാക്കാൻ വന്നതാ. കന്നഡ തൊപ്പി ഫൈവ് സ്റ്റാർ ഓർഡർ തൊപ്പി ഒന്നും പറയാനില്ല. ഞാൻ തൊപ്പിട്ടാണ് കാണിച്ചെടുക്ക. ഫൈവ് സ്റ്റാർ ഓർഡർ ഇങ്ങനെ ബ്രെഡ് മേടിച്ച് 1000 രൂപ കൊടുക്കണോ അങ്ങനെ പറയുന്നത്. ഞാൻ പോയില്ല. 100 ചൂടാക്കണം. 100 നമുക്ക് കുറയ്ക്കാം. വേണ്ട വേണ്ട ചീസണ ചീനിയാണത്. ഓരോ ഇതിലും മുക്കിലും കാര്യമൊന്നുമില്ല. സൈക്കോളജിക്കൽ മൂവ്. ബ്രെഡ് എന്നെ പറ്റിക്കാണ്. ബ്രെഡ് പൊതിർന്നു പോടോ. നമ്മളെടുത്ത കളി ഈ എന്ത് ഗിയർ മതിയോ ഇടയ്ക്കിടയ്ക്ക് ചൂടേ ഓറാണ് അതോട് ചെയ്തത്. അത് കൂട്ടിയല്ല കൂടെ കൂടെ 100 അല്ലാണ്ട് കഴിഞ്ഞപ്പോ കുറച്ചതാ ഇരിക്കാൻ എണ്ണ കരിയണം കുറക്കട്ടെ. അപ്പൊ കുറച്ച് വെച്ചാ മതി. ക്യാമറമാനും ദോശ എടുത്ത് നോക്കിയല്ലോട്ടയും സ്മെല്ല് ഇല്ല നോ പ്രോബ്ലം. ഇതും ഞാൻ ടെസ്റ്റ് ചെയ്തോളാം. ഇത് വിഷയല്ല. കരിയുന്നില്ല. നോക്കി ടേസ്റ്റ് നോക്കും. എന്ത് വർത്താനാ പാത്രത്തിന്റെ വേറെ വിഷയം. അടുത്തൊരു ടെസ്റ്റ് അടിയില്ല. സാധനം നോക്കിയല്ലേ സാധനം അടിയല്ലേ എണ്ണയാണ് എന്നോ ഉണ്ടോ? ഇതിപ്പോ എന്താണ് അവസ്ഥ ഉണ്ടാവും. ലാസ്റ്റ് ഉള്ളി മൊത്തം ബാക്കിയായിരിക്കും. ബാക്കിയുള്ള ഉള്ളിയില്ലേ അല്ല ബാക്കിയുള്ള ഉള്ളി നമ്മൾ ഓമ്പൽ അടിക്കുന്നത് നമ്മൾ ഇത് എടുക്കേണ്ട അവസ്ഥ വന്നിരുന്നു കേട്ടോ. ഇത് നിങ്ങളാരും വയ്ക്കുന്നത് അല്ല അതിന് പാളിയാല് ഷെഫിന്റെ വായന കിട്ടുന്നു. എടാ ഞാനതാ പറഞ്ഞേ മറ്റേ തുണി ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരയ്ക്കുന്നു. എടാ എന്തെങ്കിലും തുണി കഷ്ണം എടുത്തോടാ. തുണി എടുക്കണ്ട വലിയൊരു തുണി ഇത് എല്ലാം വേണ്ട. ഞാൻ തിന്ന് കഴിഞ്ഞു അതൊക്കെ മറ്റേ സാധനടാ. നല്ല ഫ്രഷ് തുണി ഉണ്ടായിരുന്നല്ലോ. വർക്ക് പറയൊന്നുമില്ല. സാധനം സീനല്ലേ ഞാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. വല്ലാണ്ട് നോക്കണ്ടല്ലേ ഒന്നിങ്ങനെ കോട്ട് ചെയ്തിട്ട്. പക്ഷെ ഇത് മാത്രം മടിച്ചിട്ട് പോയത് പാല് ഫ്രിഡ്ജിലൊക്കെ ഞാൻ വന്നപ്പോ അല്ല ചൂടാക്കി വെച്ചോ. പക്ഷെ ചൂടാക്കിയൊക്കെ നമ്മള് ചൂടാക്കാൻ മറന്നു. പാല് ധൈര്യമായി ചോറ് കൂട്ടാ. നാളെ നല്ല റൈസ് ഉണ്ടാക്കിയല്ലോ. നാളെ നാളെ നമ്മളടുത്ത് ബാക്കി എന്താ അപ്പൊ ഓട്സ് ഉണ്ട്, ചപ്പാത്തി വാങ്ങുന്നുണ്ട്.
കുറച്ച് റൈസ് കൊണ്ടുവരാം. പച്ചരി പച്ചരി. അല്ല അരുണും വരൂലേ? അരുണ് മുളക് പൊടി മല്ലിപ്പൊടി സാധനങ്ങളൊക്കെ അരുണ് വരും. അതൊക്കെ പൊട്ടി തീർന്നില്ലല്ലോ. അല്ല ഇത് കുട്ടിയും കൈ നേരിട്ട് വരുമോ? അവിടെ തുണിയില്ലെങ്കിൽ വാ, കുഴപ്പമില്ല. തുണിയില്ല. തുണിയില്ല. വെറൈറ്റി പിടിച്ച തുണിയില്ല. സീരിയസ്ലി തുണിയില്ല. എന്തെങ്കിലും കീറുന്നത് ഇതാകുമ്പോ കക്കൂസ് പോകുമ്പോ ഉള്ളിലൊന്നും ഇട്ടിട്ട് കുത്തിയാ മതി. അല്ല തുണിയില്ലാണ്ട് നടക്കില്ല. തുണിയില്ലാണ്ട് നടക്കുക എന്താ ചക്കിയില്ലേ? അതല്ല ഇതില് അങ്ങനെ വിഷയത്തിന് തന്നെ പറഞ്ഞില്ലേ. നമ്മള് സമയം പോയി തുടങ്ങിയില്ലേ? നല്ല അല്ല പൊട്ടും പുട്ടും കടലയും കറിയൊക്കെ വേണേ പോയി വീട്ടിൽ കുത്തിയിട്ടുണ്ടാവുള്ളൂ. എടാ അടുത്ത സാധനം മെയിൻ ആണ്. ഇത് നമ്മള് ഡ്രസ് അല്ല. ഇങ്ങനെ പുള്ളി ഇല്ലാത്തണ്ട് നല്ല പ്രാദേശിക മറിച്ചു. അതാ കരിയുണ്ട് ആടെ മോനെ അവർക്ക് നാട്ടു മാത്രം ഇവിടെ നടുവിൽ അങ്ങോട്ട് പെരങ്ങുന്നില്ല, പിടിക്കുന്നില്ല അടിയില്. അതാരണേ മറ്റേ ചെയ്തോ ഇതിന് നമുക്ക് കറക്റ്റ് വൈകിട്ടില്ല. എഴുതുന്ന വിഷയമാക്കണ്ട. എണ്ണ വയ്ക്കണം. അരജിയല്ലാതെ എണ്ണ വയ്ക്കണം. നമുക്ക് എണ്ണ വെച്ചാലോ? ഇത് ട്രൈ ചെയ്തോ? നമുക്ക് അതിലൊന്നും ഞാൻ പറഞ്ഞു ഇതിൽ ചെയ്യാം. പാത്രം പറഞ്ഞേ അഖില അത് ടെസ്റ്റ് അടിക്കല്ലേ? എനിക്ക് ഭാവിയുണ്ട്. ടെൻഷൻ ഇല്ല. ഇനി വ്ലോഗിങ് എല്ലാം നിർത്തിയിട്ട് മറ്റേ ഇതിനാറ്റം പോയി മാനേജ്മെന്റ് പോയിട്ട് അടുത്ത പാത്രം എടുക്ക്. പാത്രം കയറി ബുദ്ധി ഒന്നുമില്ല അവിടെ. അതെ അതെ ഞാൻ മാറി അടുത്ത പോലെ എണ്ണയിച്ചോ ആയില്ല, ചൂടാവട്ടെ. പച്ചളത്തേക്ക് എണ്ണ വയ്ക്കാം. പായാസം ചൂടാവട്ട. അഞ്ചിന്റെ ചൂടാകുന്നതിന് മുമ്പ് ഇതിനൊന്നും ബുദ്ധിയുള്ള അന്റെ തലയിലല്ല ഇവിടെ തലയിൽ അടിച്ചേ. അടിച്ചത് തന്നെ ഒരു മാസത്തേക്കുള്ള എണ്ണ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്നുണ്ട്. വെള്ളം എണ്ണ ആവശ്യം നല്ല വിലയാണ്. പോക്കറ്റ് കീറും മോനെ. അതായത് MRP ആടാ. 4 ബ്രെഡ് ഒരു പാക്കറ്റ് എണ്ണ ഉള്ളിലെന്തില്ലേ? ഉള്ളിലില്ലേ? ഉള്ളില് ഇല്ലേ? അടിപൊളി ടൗസർ ഉണ്ട്. അത് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ഇടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്
നാല് ബ്രെഡ് ഉണ്ടാക്കാൻ 2.5 കഴിഞ്ഞ വീഡിയോ എന്തെങ്കിലും പറഞ്ഞ ഞാൻ മറ്റേ ചിക്കൻ ചുക്ക ചിക്കൻ തന്തൂരി കുറ്റിയിട്ട് ഞാനും ഉണ്ടാക്കും. കുറ്റി ഇട്ടാത്തോ ഒരു പ്രശ്നമില്ല. നടക്കുന്നുണ്ട് ഇതുവരെ മറ്റേ അനിമൽ ന്യൂട്രീഷൻ മറ്റേ ഇതാന്ന് പറഞ്ഞാലോ പ്രോട്ടീൻ Most is the secret of my energy. അല്ലല്ലോ ആ ഒരിക്കലും മാറ്റുണ്ട്. ഇത് കണ്ടിട്ട് ചീറ്റാൻ ചാൻസ് കുറവാണ്. കണ്ടുപടി കുക്കിനാ ഈനോണ്ട് എടുക്കാതെ ഒഴിവാക്കി ആ സാധനം ഒഴിവാക്കി ഈനോണ്ട് കണ്ടില്ല. ഇത്രയും നേരം പൊളിച്ചതായിരുന്നു ബ്രെഡ് 5 ആൾക്കാരെ കൂടി 1.5 മണിക്കൂർ കുറ്റം പറയല്ലേ. പണ്ടുള്ള പാത്രത്തിൽ അഞ്ചാളുണ്ട്. എണ്ണോ നോക്കിയിട്ട് കാര്യമില്ല. മാർക്കറ്റിൽ അവസ്ഥ മാർക്കറ്റിംഗ് അല്ലേ. ഇൻഫ്ലുവൻസർ മാർക്കറ്റ്. അതെ, അളവിന് അനുസരിച്ച് ചേർക്കുക. കണ്ടോ 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 ഏതാ നീ ടാലി പഠിച്ചിക്കോ. ആ മുട്ടുള്ള സാധനം, സോറി ഉള്ളിയുള്ള സാധനം സാധനം മാറി പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റോ രാത്രിയോ? അത് കേട്ടിക്ക്, പക്ഷെ രാത്രി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വിട്ടുവിടും. നോർമൽ ബ്രെഡും ഉണ്ട്. റിഞ്ഞിടുക. അപ്പൊ നമ്മളെ ഫുഡ് റെഡിയായി. ഇനിയിപ്പോ ഫുഡ് കഴിക്കണം. കഴിച്ചിട്ട് കിടന്നുറങ്ങണം. വേറെ പരിപാടി ഒന്നുമില്ല. അരുണ് വന്ന്, അതൊരു മെയിൻ വിശേഷമാണ്. സാധനം വെച്ച് അരുണ് പോയി. അപ്പൊ നമ്മളെ ഫുഡെല്ലാം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, ഹോസ്റ്റലേഴ്സിന്റെ ആസ്ഥാന ഭക്ഷണമായ മാഗി, അതുപോലെ ബ്രെഡ് വിത്ത് മുട്ടയിൽ മുക്കി പൊരിച്ചത്, പിന്നെ ഹെൽത്തിന് ഡേറ്റ്സ്, പഴം, എല്ലാ സാധനവും സെറ്റാണ്. ബ്രെഡ്, ബാക്കിയുള്ള ബ്രെഡ്, ഇന്നത്തേക്കുള്ള ഫുഡ് ഓക്കെയാണ്. മരു. അപ്പൊ വീതിക്കെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ കഴിക്കേണ്ട. ഈ ചട്ടിയിലൊക്കെ എന്തിനാ കഴിക്കുന്നു? പ്ലേറ്റ്. അപ്പൊ ഇനിയിപ്പോ വീഡിയോ എടുത്തോണ്ടിരുന്ന എനിക്കും തിന്നാൻ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ വീഡിയോ നമ്മൾ കട്ട് ചെയ്യുന്നു. കഴിക്കേണ്ട രീതി ഇപ്പൊ പറഞ്ഞുതരും. സാധനം എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, അടിപൊളി. അമ്മ ഫുഡ് ബ്ലോഗ് കൊടുക്കാം കേട്ടോ. പോയിട്ട് എവരെ കൊണ്ട് പോവുക, സാധനം കഴിക്കുന്ന സാധനം കഴിച്ചോളൂ.